ഇത് വലിയ തിന്മയാണ്. വരാനുള്ളത് വയ്യത്തങ്ങൂലെന്ന് പണ്ടത്തെ ആൾക്കാർ പറഞ്ഞത് വെറുതെ അല്ല. ദാ കണ്ട നേരെ കയറി വന്നു. വന്ന സ്ഥിതിക്ക് വെറും കൈയോടെ മുടക്കണ്ടെന്ന് വിചാരിച്ചു നേരെ ഉച്ചയൂണ് പുറത്തുനിന്നാക്കാന്ന് വിചാരിച്ചു. ദാ ഈ കാണുന്ന ഹോട്ടലാണ് നമ്മളിന്ന് ഉച്ചയൂണ് കഴിക്കാൻ വേണ്ടി പോയത്. ഞാനുണ്ട്, രോഹിത് സാറുണ്ട്, ആകാശമുണ്ട്. ഏകദേശം 2 മണിയോട് കൂടിയിട്ടാണ് ആടെ എത്തിയത്. എന്നാലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മൾ കൈയെല്ലാം കഴുകി ഒരു സീറ്റെല്ലാം ഒപ്പിച്ചിരുന്ന് അങ്ങനെ ഇല വന്നു കേട്ടാ. ഇലയെല്ലാം ഒന്ന് കഴുകി തുടച്ച് വെക്കുമ്പോഴത്തേക്കും നമ്മളെ സാധനങ്ങളെല്ലാം എത്തിയിട്ടാ. ആദ്യം കൂട്ടുകാർ വന്നു, പിന്നെ വറവ് വന്നു, പിന്നെ അച്ചാറും. രോഹിത് സാറിനും കൊടുത്തു, ആകാശനും കൊടുത്തു. പിന്നെ ചോറ് വന്നു, പരിപ്പ് കറി വന്നു, മീൻ കറി വന്നു, പിന്നെ ഈ കാണുന്ന സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം വന്നു. ഏതെടുക്കുന്ന ഇങ്ങനെ ആലോചിക്കാന്ന്. ഒരു ചിക്കൻ ഫ്രൈ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു സൈഡ് നമ്മളെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ രോഹിത് സാർ വെറുതെ ഇരിക്കുമല്ലോ, രോഹിത് സാറിന് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ പറഞ്ഞ ബീഫ് വന്നു, പിന്നെ നമ്മൾ പറഞ്ഞ മീൻ പൊരിച്ചും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും വന്നിട്ടാകുമ്പം ആകാശിൻ്റെ പരിപാടി ഒരു സൈഡ് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. ബീഫിന് 110, ചിക്കന് 30 രൂപയും അതുപോലെ ഫുൾ അയിലക്ക് 30 രൂപയാണ് അവർ വാങ്ങിച്ചത്. സംഭവം എന്തായാലും കിടിലായിരുന്നു എന്ന് ആകാശ് പറഞ്ഞത്. ആകാശിൻ്റെ അതേ അഭിപ്രായം തന്നെ കേട്ടോ. നമുക്കും ആകാശം മീനെ ചെയ്ത് വെച്ച കോലം കണ്ട സംഭവം സെറ്റായി. അപ്പോൾ ഈ ഹോട്ടൽ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യൂരിൽ നിന്ന് ചീമേനി പോകുന്ന വഴിക്ക് കയ്യൂർ ഐറ്റേ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും മാവിൻ്റെ കീഴിൽ തട്ടുകട. രാവിലെ ഒരു 5:30 ഓപ്പൺ ചെയ്യും കട. പത്തല്, പുട്ട്, വെള്ളയപ്പം, ദോശ, പൊറോട്ട. പിന്നെ ഊണിൻ്റെ പരിപാടിയാണ്. ഊണിൽ തൈര്, മോര്, സാമ്പാർ, മീൻകറി, മീൻ പൊരിച്ചത്, ബീഫ് ഫ്രൈ, ചിക്കൻ പൊരിച്ചത്. വൈകുന്നേരം എണ്ണക്കടികളും പല മോഡൽ എണ്ണക്കടികളുണ്ടാവും. കിഴങ്ങ് പൊരി, ഗോളി വെച്ച, ഉള്ളി വെച്ച, പഴംപൊരി, പിന്നെ പപ്സ്, ചിക്കൻ റോള്. ഗൂഗിൾ മാപ്പിൽ തപ്പിയാലും ഈ ഹോട്ടൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.